നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവേലിക്കര കോയിപ്പള്ളിക്കാരായ്മ ദേവീ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിന് മുൻവശത്തായിട്ട് ഒരു ബോർഡ് കാണാനുണ്ടായി, ഒരു ഫ്ലെക്സ് ബോർഡ്. അതിലെ കൗതുകം ഉണർത്തുന്ന കാഴ്ച, അതിന് പിന്നിലെ പ്രത്യേകത തേടിയാണ് ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആ പ്രത്യേകത എന്താണെന്നല്ലേ ഒന്ന് കണ്ടു നോക്കാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ 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 ഹലോ. ഓക്കെ, അപ്പൊ ഞാനേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു. 10th SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം എന്താ അങ്ങനെ ഒരു ബോർഡ് അവിടെ വെക്കാനുള്ള കാര്യം? നിങ്ങളുടെ ആരും വെച്ചില്ല. അപ്പൊ നിങ്ങളുടെ ആരും വെച്ചില്ല? അതെന്താ, നിങ്ങൾക്ക് മാർക്ക് കുറവായിരുന്നോ? 10 A+ ഉള്ളവർക്ക് മാത്രമേ പറ്റൂ. നിങ്ങൾക്ക് എത്ര A+ ഒക്കെ ഉണ്ട്? 7 A+ ഒക്കെ കുറവാണോ? ആര് പറഞ്ഞു 7 A+ ഒക്കെ കുറവാണെന്ന്? അങ്ങനെ 8, 9, 10 ആ ഉള്ളവരെ ഫ്ലെക്സ് മാത്രമേ വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണോ നിങ്ങൾ വെച്ചത്? ഇതിന്റെ പിന്നിലുള്ള ഐഡിയ ആരുടെയാ? മോന്റെ ആണ്. നമുക്കെന്നാ എല്ലാരും ഒന്ന് പരിചയപ്പെടാം ആദ്യം. പേര് പറഞ്ഞോ. ആദിഷ്, അഭിമന്യു, ആദിൽ, ആദിത്യൻ, ശ്രാവൺ. നിങ്ങൾ എല്ലാരും ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഏത് സ്കൂളിലാ? കോയിപ്പള്ളിക്കാരായ്മ സ്കൂളിൽ തന്നെ. ഇംഗ്ലീഷ് മീഡിയം? അതെ. പിന്നെ എങ്ങനെയുണ്ട് അവിടെ നിങ്ങളുടെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ തനിയെ ബോർഡ് വെക്കേണ്ടി വന്നത് അല്ലേ? ടീച്ചേഴ്സിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? എങ്ങനെയുണ്ട് പറ. കുഴപ്പമില്ല. ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടോ? ശ്രദ്ധിക്കത്തില്ല. അതാ പിള്ളേരിങ്ങനെ ആയി പോയെ. അത്രേ ഉള്ളൂ. നിങ്ങളങ്ങ് സഹിക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങളല്ല സഹിച്ചങ്ങ് പോവാ. നിങ്ങൾ ഏത് ക്ലാസ് തൊട്ട് അവിടെ പഠിക്കാൻ തുടങ്ങിയേ? 5 തൊട്ട്. ടീച്ചേഴ്സ് വരുന്ന വലിയ ഇല്ല എടുത്ത് പറയാനാണെങ്കിൽ അല്ലേ? അതെന്താ, നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ? അതോ പാർഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, നന്നായിട്ടുണ്ട്. പറഞ്ഞോ, തുറന്നു പറഞ്ഞോ. തുറന്നു പറ. പഠിക്കുന്ന പിള്ളേരെ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. എന്നാ പഠിക്കാത്ത പിള്ളേരെ ഇല്ല, പാമ്പർ ചെയ്തിങ്ങനെ വെക്കും അല്ലേ? നിങ്ങളെ വീട്ടിൽ വിളിക്കും, ഇറക്കി വിടും. നിങ്ങൾ ഈ ടീച്ചേഴ്സിന്റെ കണ്ണിലെ കരട് അങ്ങനെ എന്തെങ്കിലും ആണോ? സ്ഥിരം നോട്ടപ്പുള്ളികളാണ്. ചുമ്മാതല്ല. എന്നിട്ട് ടീച്ചർമാരെ കുറ്റം പറഞ്ഞാൽ മതിയോ? അപ്പൊ 10th ഉന്നത വിജയമൊക്കെ കരസ്ഥമാക്കിയതിനു ശേഷം ഇപ്പൊ എല്ലാവരും +1 പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര പേർക്കും 1, 2, 3, 5 പേരുണ്ടല്ലേ? ഈ 5 പേർക്കും ഒരേ സ്കൂളിൽ തന്നെ കിട്ടണം അങ്ങനെ വല്ല ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടോ? ആഗ്രഹമുണ്ട്, കിട്ടിയാൽ നല്ലതാ. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ നിങ്ങളുടെ ടീമിൽ വേറെ പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ? മീൻസ് നിങ്ങൾക്ക് ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലും? എന്തായാലും 10th ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണല്ലോ. എനിക്കില്ലടാ, കള്ളം പറയരുത്. കണ്ണി നോക്കി കള്ളം പറയരുത്. ഉണ്ട്. പൊട്ടിച്ചു. ഇവനും ഉണ്ട്. അല്ല, അവനും ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. പേരെന്താ? ആദിത്യനും അഭിമന്യുവിന് മാത്രമേ ഇല്ല. പുറകിന് നടപ്പുണ്ടല്ലോ. വൺ സൈഡ് ലവറാ. എന്ത് തൽപര കൃഷിയല്ലേ? നീ പ്രൊസീഡ് ചെയ്തോ? പ്രപ്പോസ് ചെയ്തോ? ആളെന്ത് പറഞ്ഞു? ലുക്കില്ലെന്ന് പറഞ്ഞോ? എന്താ എടാ, നീ അത് നന്നായിട്ട് അപ്രോച്ച് ചെയ്യാത്തെ. പുള്ളിക്കാരി എന്ത് പറയുന്നു? നീനായിട്ട് കറക്കുക അല്ലേ? പുള്ളിക്കാരിക്ക് ഒരു രസം. താങ്കൾക്കോ? ഒരു മനസ്സുഖം. താങ്കൾക്കോ? കണ്ടാ പറയാൻ ഭയങ്കര ഷൈ ആണെന്ന്, പക്ഷെ അല്ല കേട്ടോ, ഒരു കാമുകനാണ്. പറഞ്ഞു. അവൾ എന്നോട് പറയാ, എന്നെ കാണാൻ കമലഹാസന്റെ പോലെ ഇടുന്നു. പറഞ്ഞു. പെൺകുട്ടി എവിടെ ഉള്ളത്? ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ? ചുമ്മാ അല്ല, നീ വണ്ടി ഞങ്ങൾ വന്നപ്പോ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടക്കുന്നല്ലേ? നീ പ്രേമിക്കാൻ വന്നപ്പോ നിനക്ക് നാണമില്ലേ? ഇല്ല. എന്നാ പിന്നെ നോക്കി സംസാരിക്ക. അവളെ കുറിച്ചിട്ട് പറയ്. സുന്ദരിയാണോ? എങ്ങനെയാണ്? ക്യൂട്ടാണ്. ക്യൂട്ടെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് എന്തായാലും പേര് ചോദിക്കുന്നില്ല, അത് ബുദ്ധിമുട്ടാവും. പുള്ളിക്കാരിയെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? കാണുന്നല്ല. ക്ലാസ്സിലാണോ? ക്ലാസ്സിലാണ്. പുള്ളിക്കാരിക്ക് എത്ര A+ ഉണ്ട്? എന്താ അവളുടെ ഫോട്ടോയിൽ വെക്കാന്? അല്ല, അവരെയും കൂടെ വെക്കണ്ടായിരുന്നോ? അവരുടെ ആര് വെക്കാനാ? വീട്ടുകാർ വെച്ചോളൂ. പിന്നെ അങ്ങേയറ്റം എവിടെ അടുത്തുള്ള?
പേരൻസ് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. എവിടെ കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോണേ. ക്ലാസ്സിലാണോ? ക്ലാസ്സിലാണ്. അവിടെ നടുക്കോ? എല്ലാരും അടുത്തുള്ളത് തന്നെ. ക്ലാസ്സിലുമാണ്, സെയിം ക്ലാസ്സിലുമാണ്. ടീച്ചേഴ്സ് എല്ലാം പൊക്കിയിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു? റോഡി വെച്ച് അടി ഉണ്ടായോ? അതോ നീ നാണിക്കാതെ പറയുന്നു. ആരുടെ പുറത്തടിച്ച്? നീ അവളെ പുറത്തടിച്ചോ അവളെ നിന്റെ പുറത്തടിച്ചോ? സൈക്കോ ആണോ? ആണല്ലേ. നീ വേറെ പെൺകുട്ടികളോട് വല്ലതും മിണ്ടുന്നുണ്ടോ? നീ വേറെ പെൺകുട്ടികളോട് മിണ്ടിട്ടാണോ അവളെ നിന്റെ പുറത്തടിച്ചേ? പിന്നെ ചുമ്മാ അടിച്ച്. ടീച്ചർ എന്ത് പറഞ്ഞു? ചുമ്മാ ഒരാളുടെ പുറത്തടിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പൊക്കുവോ? അത് ഏത് ടീച്ചറാ? ഇന്ദു ടീച്ചർ. അത് ശരിയാണോ ഇന്ദു ടീച്ചറെ? വിഷമമുണ്ടോ? കുഴപ്പമില്ല. പ്ലസ് 1 നിങ്ങളുടെ കൂട്ടത്തിൽ അവരും വരണമെന്ന് ആഗ്രഹമില്ലേ? എല്ലാരും ഒന്നിച്ചൊക്കെയാണോ വെച്ചേക്കുന്നത് അലോട്ട്മെന്റിൽ? ആണ്. എല്ലാം പ്ലാൻഡ് ആണല്ലേ? വെൽ പ്ലാൻഡ് ആണല്ലേ? വീട്ടിലറിയോ? അറിയാം. സമ്മതമാണോ എല്ലാവർക്കും? ഇതാണ് 2K കിഡ്സ് എന്ന് പറയുന്നത്. എല്ലാം ഫാസ്റ്റ് ആണ്. ഈ കുഞ്ഞുങ്ങള് പിന്നെ വാത്തികുളങ്ങര ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് മജ്ജ മാറ്റി വെക്കുന്നതിന് 40 ലക്ഷം രൂപയോളം ചിലവ് വരുമായിരുന്നു. ആ ചിലവ് വരുന്ന ഫണ്ടിലേക്ക് മാവേലിക്കര ജോയിൻ്റ് ആർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് ശേഖരണം ഓട്ടോ കൂട്ടായ്മയും നാട്ടുകാരും മാവേലിക്കരയിലെ ആട്ടോക്കാരും എല്ലാവരും കൂടെ ചേർന്ന് പിരിവെടുത്തിട്ട് സംഭാവന കൊടുക്കാനായിട്ട് ഒലട്ടി കളത്തട്ടി ജംഗ്ഷനിൽ വെച്ചൊരു ഫംഗ്ഷൻ നടത്തി. അതിൽ ആലപ്പുഴ RTO, പിന്നെ ജോയിൻ്റ് RTO മനോജ് സാറ്, അങ്ങനെ വിശിഷ്ട അതിഥികളെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ഫണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ ക്രിസ്മസ് പാട്ട് പാടി പിന്നെ 7000 രൂപയോളം ഈ കുഞ്ഞിന് വേണ്ടി കൊണ്ടു കൊടുത്തു. കാരണം അവർ കാപ്പി കുടിക്കാനോ അങ്ങോട്ട് കുറച്ച് പൈസ എടുത്തിട്ട് ബാക്കി കിട്ടിയ പൈസ ഈ ആലപ്പുഴ RTOയുടെ നേതൃത്വത്തിൽ കൊടുത്ത ഫണ്ട് കൊടുക്കുമ്പോൾ ആ സംരംഭത്തിൽ അവർ ആ കുഞ്ഞിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പ്രണയമൊക്കെ നമുക്ക് അവിടെ നിർത്താം. നിങ്ങൾക്ക് ഇപ്പോൾ ഫർദർ സ്റ്റഡീസ് നിങ്ങൾക്കിപ്പം ഇപ്പം നിങ്ങളൊരു സ്കൂള് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എവിടെ പോകാനാണ് കൂടുതൽ താല്പര്യം? എല്ലാവർക്കും കായംകുളം ബോയ്സ്. ഓക്കെ. എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കാനാ നിങ്ങൾ കൂടുതലും? എല്ലാവരും ബയോളജി സയൻസ്. അപ്പം അംബീഷൻ എന്താ? പട്ടാളം, ആർമി പോകാൻ ആഗ്രഹം, നഴ്സിംഗ്, നേവി, മർച്ചന്റ് നേവി. കൂടുതൽ നേവി ആർമി ആണല്ലേ? ആർക്കും ഡോക്ടർ ഒന്നും ആവണ്ടേ? താല്പര്യമില്ല. എല്ലാവർക്കും നേവി, രാജ്യത്തെ സേവിക്കണം, നേവി ആർമി. ഓക്കെ. നിങ്ങളുടെയൊക്കെ ലവേഴ്സിനോ? ഇത്രയൊക്കെ ആയിട്ട് അറിയത്തില്ല. അത് ശരി. ഉള്ളവര് പറയും BSc നഴ്സിംഗ്. സപ്പോർട്ടീവ് ആണോ? ഓക്കെ. അവിടെയോ? അതിനില്ല. നഴ്സിംഗ്. എല്ലാവരും നഴ്സിംഗ് ഫീൽഡിലോട്ടാണല്ലേ താല്പര്യം? ഓക്കെ. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? എന്നത്തേക്ക് ക്ലാസ് ഒക്കെ ആരംഭിക്കും? ജൂൺ 18. കിട്ടിയോ? ലിസ്റ്റിൽ കിട്ടിയോ? അലോട്ട്മെന്റ് ട്രയൽ കഴിഞ്ഞു. ട്രയൽ ഉണ്ടായിരുന്നു? കിട്ടി. എവിടെ തന്നെയാ? ചുറ്റുളങ്ങര. പോയി അഡ്മിഷൻ എടുത്തോ? ഇല്ല. നിങ്ങൾക്ക് അല്ല, താൽക്കാലിക അഡ്മിഷൻ എടുക്കണ്ടേ? ട്രയലില്ല, വേണ്ട. ഫസ്റ്റിൽ കൊടുത്താൽ മതി അല്ലേ? പിന്നെ ഇനി മുന്നോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇങ്ങനെ നമ്മുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നാട്ടുകാർക്കൊക്കെ നിങ്ങളെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്, നല്ല കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണെന്നൊക്കെ പറഞ്ഞു. അപ്പം നാടിനൊക്കെ സേവനം ചെയ്യാനൊക്കെ ഇനി മുന്നിട്ടിറങ്ങുമോ? അപ്പം ഇത്തവണ ഇവരുടേതായ ഉന്നത വിജയത്തിന് ഫ്ലെക്സ് വെച്ചു. നാളെ ഫുൾ A+ കിട്ടി. നമ്മുടെ നാട്ടുകാർ തന്നെ ഇവരുടെ ഫ്ലെക്സ് വെക്കാനുള്ള ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതോടൊപ്പം തന്നെ ആശംസിക്കാം. അപ്പൊ എങ്ങനാ ഇനി അങ്ങോട്ട് പൊളിക്കല്ലേ? ആക്റ്റീവ് അവിടെ ഒരേ സ്ഥലത്തിലൊന്നോ ഭയങ്കരമായിട്ടൊന്ന് പറഞ്ഞേ. ഇവിടെ സ്കൂളിലല്ല പഠിക്കാൻ.